SR കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു യുഗർട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. യുഗർട്ട് സലാഡ്ക്ക് ആവശ്യമായ സാധനമാണ് ഞാൻ നിങ്ങളോട് കാണിക്കുന്നത്. അതിനാവശ്യമായ സാധനം ഒരു ബൗൾ യുഗർട്ട് ഞാൻ കട്ട തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ബൗൾ കട്ട തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ 3 കുക്കുംബർ എടുത്തതാണ്ട് ഇതേമാതിരി ചെറുതായിട്ട് നല്ല കുനുകുന കട്ട് ചെയ്തതാണ്. പിന്നെ അതിനാവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ ഒരു പിടി പുതിനയാണ് ഞാൻ എടുത്തിട്ടുള്ള മിൻറ്റ് ലീവ്സ്, അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് നമ്മൾ ഇടിച്ച് എടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ലെമൺ ജ്യൂസാണ്. ഒരു നാരങ്ങയുടെ ജ്യൂസ് കുറവായതുകൊണ്ട് ഞാൻ ഒരു ജ്യൂസ് എടുത്ത്, നല്ല ജ്യൂസ് കൂടുതലുണ്ടെങ്കിൽ അരമുറി മതി. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതാണ് കുരുമുളകിൻ്റെ പൊടിയാണ്. പിന്നെ നമുക്ക് അതിൽ ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ ഉപ്പാണ്. പിന്നെ നമുക്ക് പുതിനാര ഈ മിൻറ്റ് ലീവ്സിൻ്റെ പൗഡറാണ്, അത് നമുക്ക് ഗാർണിഷ് ചെയ്യാനാണ് വേണ്ടിയുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഈ ചൂട് സമയമാണ്. ഇപ്പോൾ ഭയങ്കരമായ ചൂടാണ്. ഈ ചൂട് സമയത്ത് നമ്മൾ വൈറ്റ് റൈസ് ആയാലും ഈ സലാഡ് കഴിക്കുമ്പോൾ നമ്മളെ ശരീരത്തിന് നല്ല ഒരു എനർജി കിട്ടും. യുഗർട്ട് സലാഡ് എന്നാണ് പറയുന്ന കുക്കുംബർ സലാഡ്. അപ്പം എല്ലാവരും ഈ സലാഡ് ഉണ്ടാക്കി നോക്കണം. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ആരും മടിച്ച് നിൽക്കണ്ട, വരൂ നമുക്ക് ഉണ്ടാക്കാം. ഇതിലോട്ട് ഞാൻ ഈ തൈര് ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഒരു ബൗൾ തൈരാണ് എടുത്ത, കണ്ടല്ലോ. ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തു. ഉണ്ടല്ലോ, ഞാൻ ഒരു ബൗൾ തൈര്. ഈ ചൂടിന് നമുക്ക് തൈര് മസ്റ്റായിട്ട് നമുക്ക് തൈര് ആവശ്യമാണ്. അപ്പോൾ അത് ഞാൻ ഒരു ബീറ്റർ വെച്ച് നല്ലൊരു ഒന്ന് കട്ട ഉടച്ച് കൊടുക്കുകയാണ്. നല്ല കട്ട തൈരാണ്. അപ്പോൾ നിങ്ങളത് ബീറ്റർ വെച്ചിട്ട് ഇതേമാതിരി ഉടച്ച് കൊടുക്കണം. അതിൻ്റെ കൂടെ ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പ് ഒരു അല്പം ഇട്ട് കൊടുക്കാവൂ. തൈരിന് എപ്പോഴും ഉപ്പ് കുറച്ചേ വേണ്ടി. കണ്ടല്ലോ നിങ്ങൾ, ഒരു 1/4 സ്പൂൺ ഒരു നുള്ളുപ്പ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു അല്പം കുരുമുളകിൻ്റെ പൊടിയാണ് ഞാൻ ഇതിലോട്ട്, കണ്ടല്ലോ നിങ്ങൾ, ഒരു ലേശം കുരുമുളക് പൊടിയാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് നാരങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ കണ്ടല്ലോ, നാരങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. മസ്റ്റായിട്ട് എല്ലാവരും ഈ സലാഡ് മക്കൾക്കായാലും ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പം അതിഭയങ്കരമായ ചൂടാണ് നമുക്ക്. കണ്ടല്ലോ, ഞാൻ പുതിനയും ആ വെളുത്തുള്ളി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ നിങ്ങൾ, ഇതെല്ലാം ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ഈസിയാണ് ഈ സലാഡ് ഉണ്ടാക്കാൻ. ഒരു ബുദ്ധിമുട്ടും ഒരു പാടും ആവുന്നില്ല. കണ്ടല്ലോ നിങ്ങൾ, ഞാൻ കുക്കുംബറും കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലതുപോലെ നമുക്കൊന്ന് മിക്സാക്കാം. കണ്ടല്ലോ, ബിരിയാണിക്കായാലും വെള്ളച്ചോറ്റിനായാലും പിന്നെ മന്തി റൈസിനായാലും എല്ലാത്തിനായ ഒരു കോമ്പിനേഷനാണ് ഈ യുഗർട്ട് സലാഡ്. ബോളിലോട്ട് ഞാൻ ഇതേമാതിരി ഒരു ബോൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊന്ന് സർവ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടല്ലോ നിങ്ങൾ, ഇനി ഇതിൻ്റെ മുകളിലോട്ട് പുതിനാര പൗഡർ വെച്ച്, നാനാ പൗഡർ ഉണ്ട്, കണ്ടല്ലോ, നാനാ പൗഡറാണ് ഇത്. ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് ഒരു ഗാർണിഷായിട്ടൊന്ന് ഞാൻ ഇട്ട് കൊടുക്കുന്നു. നിങ്ങൾ കണ്ടല്ലോ ഇത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എല്ലാവരും ഈ യുഗർട്ട് സലാഡ് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം.